Hey everybody, back with another video. Like and subscribe, etc, etc. Hey everybody, welcome back to the channel Frenzy Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജുവും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് ആണ്. ഈ വീഡിയോസിൽ കൂടെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഒരു പുതിയ മൂവിയോ സീരീസോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വാട്ട് ടു നോ ബിഫോർ വാച്ചിങ്ങിൽ ഈ വീക്ക് ഇറങ്ങാൻ പോകുന്ന DC മൂവിയായ അക്വാമാൻ്റെ സെക്കൻഡ് പാർട്ട് അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം ആണ്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ നല്ല നല്ല പോപ്പ് കൾച്ചർ കണ്ടൻസ് വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് DC സിനിമാറ്റിക് യൂണിവേഴ്സിലത്തെ അവസാനത്തെ പടമാണ്. എല്ലാവർക്കും അറിയാം ആ ഒരു DC റീവാമ്പിനെ പറ്റിയിട്ട്. വീണ്ടും പുതുക്കാണ്, പുതിയ പടങ്ങളും പുതിയ കാസ്റ്റും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു സാക്ക് സ്നൈഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഈ ഒരു മൂവി. സോ അക്വാമാൻ 2ൻ്റെ കഥ നടക്കുന്നത് നമ്മുടെ ആദ്യത്തെ മൂവിയിൽ നിന്ന് 4 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അക്വാമാൻ അല്ലെങ്കിൽ ആർത്തർ കറി മെരേനെ കല്യാണം കഴിക്കുകയും അവർക്കൊരു മകനുമുണ്ട്. ഈ മൂവിയിൽ അതുപോലെ തന്നെ ബ്ലാക്ക് മാൻ്റെ തിരിച്ചു വരുന്നുണ്ട് അക്വാമാൻ്റെ എതിരെ പ്രതികാരം ചെയ്യാനായിട്ട്. കാരണം ആദ്യത്തെ മൂവിയിലത്തെ തൻ്റെ തോൽവിക്ക് ശേഷം അക്വാമാനും തൻ്റെ കുടുംബത്തിനും ഈ ഒരു ബ്ലാക്ക് മാൻ്റെ വലിയൊരു ത്രെറ്റ് ഉള്ളത് കൊണ്ട് തൻ്റെ ഹാഫ് ബ്രദറായ ഓമിനെ ഒരു ഡെസേർട്ടുള്ള ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡെസേർട്ടിലുള്ള ഈ ഒരു ജയിലിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഓമിന് തൻ്റെ പവേഴ്സ് കിട്ടുന്നത് കടലിൽ നിന്നാണ്. അപ്പോൾ കടലിൽ നിന്നുള്ള ആ കോൺടാക്റ്റ് കുറയ്ക്കാനാണ് ഡെസേർട്ടിലുള്ള ഈ ഒരു ജയിലിൽ ഓമിനെ ആക്കിയത്. ഈ മൂവിയുടെ ഡയറക്ടർ ജെയിംസ് വാൻ ആണ്. ജെയിംസ് വാനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കോൺജുറിങ് സീരീസിൽ നിന്ന്. ഫസ്റ്റ് പാർട്ടും പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. ജെയിംസ് വാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മൂവിയിൽ ഈ 2 ഹാഫ് ബ്രദേഴ്സ് ആർത്തർ കറിയും ഓമും തമ്മിലുള്ള റിലേഷൻഷിപ്പും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ബ്ലാക്ക് മാൻഡനെ പറ്റി വീണ്ടും പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാൻഡ് അക്വാമാനെതിരെ ഭയങ്കര ഒരു ത്രെറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബ്ലാക്ക് ട്രൈഡന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ട്രൈഡന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഡാർക്ക് മാജിക് എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അക്വാമാൻ്റെ ഒരു ഫീച്ചററ്റ് വീഡിയോയിൽ ഈ ഒരു ബ്ലാക്ക് ട്രൈഡന്റ് കണ്ടുപിടിക്കാനായി ബ്ലാക്ക് മാൻറ്റ ലോസ്റ്റ് കിങ്ഡമായ നെക്രസിൽ പോകുന്നത് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രൈഡന്റ് അത്രയും പവർഫുൾ ആണ്. കാരണം അക്വാമാൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് മാൻറ്റ ഭയങ്കര പവർഫുൾ ആക്കിയിട്ടുമാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നതെന്ന് ഡയറക്ടർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറ്റ്ലാന്റിയൻസിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടി കാണാൻ പറ്റും. അതായത് അറ്റ്ലാന്റിസ് എന്ന നഗരം കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള കരയിലുള്ള ആ ഒരു കാലഘട്ടം കൂടി ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അക്വാമാൻ്റെ ട്രെയിലേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുതിയ കുറെ ക്രീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നിരവധി അണ്ടർ വാട്ടർ ബാറ്റിൽസും നമുക്ക് ഈ മൂവിയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി കാസ്റ്റിന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ജേസൺ മമോവ വീണ്ടും ആർത്തർ കറി അക്വാമാനായിട്ട് തിരിച്ചു വരികയാണ്. അതും അവസാനമായിട്ട് DC വേണ്ടിയിട്ട്. പിന്നെ ആംബർ ഹേർഡ് മെരയായിട്ട് അഭിനയിക്കുന്നു. നിക്കോൾ കിഡ്മൻ അറ്റ്ലാനായിട്ട് അഭിനയിക്കുന്നു. യാഹ്യ അബ്ദുൽ മറ്റീൻ ബ്ലാക്ക് മാൻറ്റ ആയിട്ട് തിരിച്ചു വരുന്നു. ടെമൂറ മോറിസൺ ടോം കറിയായിട്ട് അഭിനയിക്കുന്നു. പിന്നെ പാട്രിക് വിൽസൺ ഓഷ്യൻ മാസ്റ്റർ ആയിട്ട് തിരിച്ചു വരുന്നു. അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം റിലീസ് ആവുന്നത് ഈ വീക്കാണ്. ഡിസംബർ 21 ആണോ 22 ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഈ വീക്ക് തന്നെയാണ് റിലീസ് ആവുന്നത്. സോ എന്തായാലും എക്സൈറ്റഡ് ആണ്. കാരണം അക്വാമാൻ 1 ഒരു നല്ല മൂവി തന്നെയായിരുന്നു. നമുക്ക് വിഷ്വലിയും അതേപോലെ തന്നെ അതിലത്തെ ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഫൺ റൈഡ് പോലെ തന്നെയായിരുന്നു ആ ഒരു മൂവി. സോ സെക്കൻഡ് മൂവിയും എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ഓൾസോ ആ ഒരു അണ്ടർ വാട്ടർ വേൾഡും അവരുടെ ആ ഒരു കൾച്ചറും അതൊക്കെ കാണാനായിട്ട് തന്നെ ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ലെറ്റ്സ് സീ DCയുടെ അവസാനത്തെ മൂവി, അതായത് DCEUൻ്റെ അവസാനത്തെ മൂവി. ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. സോ ലെറ്റ്സ് ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ഗുഡ് ഹിറ്റ്. എന്തായാലും ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം റിലേറ്റഡ് ആയിട്ട്, അതിലത്തെ ക്യാരക്ടേഴ്സിന് റിലേറ്റഡ് ആയിട്ട്. സോ വെയിറ്റ് ഫോർ ദോസ് വീഡിയോസ്. ആൻഡ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ.